ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീപോൾ സർവേകളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഏതാണ്ട് പോസ്റ്റ് പോൾ സർവേകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 12 സർവേകളുടെ റിപ്പോർട്ടാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്കെല്ലാം അറിയുന്ന പോലെ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻസിയുണ്ട്. ഇന്ത്യ ടുഡേക്ക് വേണ്ടി മിക്കവാറും സർവേ നടത്തുന്നവരാണ്. അതിൻ്റെ പ്രദീപ് ഗുപ്തയെയും നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അവരുടെ സർവേ മാത്രം പുറത്തേക്ക് വന്നിട്ടില്ല. അവർ പറയുന്നത്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 6-ാം തീയതിയാണ്, അന്ന് വൈകുന്നേരം 6:30 അവരുടെ സർവേ ഫലം പുറത്തുവിടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രദീപ് ഗുപ്ത പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ള ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഇന്ന് ഉച്ചയ്ക്ക് കൂടി അവരെല്ലാവരും ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകളുടെ വീട്ടിൽ ചെല്ലുമെന്നും അങ്ങനെ ഒരു പോസ്റ്റ് പോൾ സർവേ എടുക്കുമെന്നും എന്നിട്ട് വൈകുന്നേരം 6:30 അതെല്ലാം കൂടി ടാബുലേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുമെന്നുമാണ് കേൾക്കുന്നത്. ഈ പ്രദീപ് ഗുപ്തയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2024 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ തെറ്റിപ്പോയത് കൊണ്ട് ഇന്ത്യ ടുഡേയുടെ ഫ്ലോറിലിരുന്ന് റിസൾട്ട് വരുന്ന ദിവസം കരഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷൻ എത്രമാത്രമുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പ്രവചിക്കാനുള്ള ബുദ്ധിമുട്ട് എത്രമാത്രമുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് ഈ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് പോൾ സർവേകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഇതിൽ മെട്രിക്സ്, JVC, അതുപോലെ പീപ്പിൾസ് ഇൻസൈറ്റ്, ചാണക്യ, പീപ്പിൾസ് പൾസ്, ഇതുപോലെയുള്ള നിരവധി സർവേകളുണ്ട്. DV റിസർച്ച്, വി പ്രസൈഡ്, ICPL വരെയുള്ള 12ഓളം വരുന്ന പോസ്റ്റ് പോൾ സർവേകളുണ്ട്. ഈ സർവേകളിലെല്ലാം തന്നെ ഏതാണ്ട് 10ഓളം വരുന്ന സർവേകളും BJPക്ക് ഭൂരിപക്ഷമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. കാരണം ആകെ 70 സീറ്റുകളേ ഉള്ളൂ, 36 കിട്ടിയാൽ തന്നെ ഭൂരിപക്ഷമാണ്. അങ്ങനെ BJPക്ക് ഏതാണ്ട് 36-ഉം 40-നോടത്തൊക്കെ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് എല്ലാ സർവേകളും തന്നെ പ്രവചിക്കുന്നത്. എക്സെപ്റ്റ് 2 സർവേകൾ. ഒന്ന് പീപ്പിൾസ് പൾസിൻ്റെ സർവേ പ്രവചിക്കുന്നത് BJPക്ക് 51 മുതൽ 60 വരെ സീറ്റുകൾ കിട്ടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ വലിയ വിജയം അവർക്കുണ്ടാകുമെന്നും കോൺഗ്രസ്സിന് ഒരു സീറ്റും കിട്ടില്ലെന്നും പകരം ആം ആദ്മിക്ക് 10-ഓ 19-ഓ സീറ്റുകളിൽ, അതായത് 10-നും 19-നും ഇടയ്ക്കുള്ള സീറ്റുകളിലേക്ക് അവർ ഒതുങ്ങും എന്നുമാണ് പീപ്പിൾസ് പൾസ് പറയുന്നത്. അതേസമയം നമുക്കറിയാം അടുത്തൊരു പോൾ ഡയറി എന്ന് പറയുന്ന അടുത്തൊരു ഏജൻസി പറയുന്നത് 42 മുതൽ 50 വരെ സീറ്റുകളാണ് BJPക്ക് പറയുന്നത്. ഇത്ര വലിയ വിജയം അവർ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ 42 മുതൽ 50 വരെയാണ്. കോൺഗ്രസ്സിന് 0 മുതൽ 2 വരെ സീറ്റുകൾ കിട്ടിയേക്കാം. പിന്നെ 18-നും 25-നും ഇടയ്ക്കുള്ള ഒരു സീറ്റുകളാണ് ഈ പറയുന്ന പോൾ ഡയറി BJPക്ക് വേണ്ടി പറയുന്നത്. ഇനി ഇത് കൂടാതെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 2 സർവേകൾ മാത്രം, അത് 2 ഏജൻസികൾ മാത്രം ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്ന ഒന്ന് മൈൻഡ് ബ്രിങ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ആ മൈൻഡ് ബ്രിങ് പറയുന്നത് 44 മുതൽ 49 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടാം. 21-നും 25-നും ഇടയ്ക്കുള്ള സീറ്റുകൾ BJPക്കും, 0 മുതൽ 1 വരെയുള്ള സീറ്റ് ഒരു 0 അല്ലെങ്കിൽ ഒരു സീറ്റോ മാക്സിമം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടാം എന്നുള്ളതാണ് മൈൻഡ് ബ്രിങ് പറയുന്നത്. മറ്റൊരു സർവേ ആയിട്ടുള്ള വി പ്രസൈഡ് പറയുന്നതും അതുതന്നെയാണ്. 46 മുതൽ 52 വരെയുള്ള സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടാം. 18 മുതൽ 28 വരെയുള്ള സീറ്റുകൾ വേണം BJPക്ക് കിട്ടാമെന്നാണ്. 0 മുതൽ 1 വരെയുള്ള സീറ്റുകൾ കോൺഗ്രസ്സിന് കൂടി കിട്ടാം എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 12 എണ്ണത്തിൽ 10 എണ്ണവും തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഭൂരിപക്ഷം BJPക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഇലക്ഷൻ്റെ ഇത്തവണത്തെ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2013 അത് 66%, 2015 68, 2020 63, പിന്നെ 2025 ഇപ്പോൾ വന്നേക്കുന്നത് ഏതാണ്ട് 60%-ത്തിനടുത്തുള്ള പോളിംഗ് ആണ്. അതിൽ തന്നെ കരോൾ ബാഗിലാണ് ഏറ്റവും കുറവ് പോളിംഗ് വന്നിട്ടുള്ളത്, 47.64% ആണ്. അതേസമയം മുസ്തഫാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് ഏറ്റവും കൂടിയ പോളിംഗ് ഉള്ളത്, ഏതാണ്ട് 67%. ഇനി നമുക്ക് എൻ്റെ ഒരു അനാലിസിസിലേക്ക് വരാം, ഇതിലെന്ത് സംഭവിക്കും എന്നുള്ളത്. ഇതിൽ ആം ആദ്മി പാർട്ടിക്ക് അവിടെ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരണം ഇതിനു മുമ്പത്തെ തവണ 2015 കിട്ടിയിട്ടുള്ള 67 സീറ്റുകളിലേക്കോ അല്ലെങ്കിൽ 2020 കിട്ടിയിട്ടുള്ള 62 സീറ്റുകളിലേക്കോ എത്തുമെന്നൊരു അവകാശവാദം അരവിന്ദ് കെജ്രിവാളിന് പോലുമില്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഒരു 55 സീറ്റുകൾ വരെ കിട്ടാമെന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ആ അവകാശവാദം ഇല്ലാത്തതിൻ്റെ കാരണം, 2015 നമുക്കറിയാം ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് ഏതാണ്ട് 54-55% വോട്ട് തന്നെയാണ് അവർക്ക് കിട്ടിയത്. പക്ഷെ അങ്ങനെ കിട്ടുമ്പോൾ പോലും 2015 സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് BJPക്ക് കിട്ടിയത് 32.2% വോട്ടാണ്.
9.77% വോട്ടുകൾ കോൺഗ്രസ് കൂടിയെന്ന് പറഞ്ഞാൽ എതിരായിട്ട് ഭിന്നിച്ചു പോവുകയുണ്ടായി. പക്ഷേ 2020 വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകൾ കുറഞ്ഞു. പക്ഷേ ഏതാണ്ട് പെർസെൻറ്റേജൊക്കെ അത് തന്നെയായിരുന്നു. 53.59 ആയിരുന്നു. ഇപ്പോൾ 62 സീറ്റുകളാണ് കിട്ടിയത്. പക്ഷേ BJPക്ക് കിട്ടിയത് 8 സീറ്റാണ്. കാരണം BJPക്ക് 5% അവരുടെ വോട്ട് പെർസെൻറ്റേജിൽ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു. 38.51 എന്ന് പറഞ്ഞാൽ 38.5% അവർക്ക് വോട്ട് കിട്ടി. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ടുകളിലാണ് വലിയ നഷ്ടം വന്നത്. അതായത് 9.71 ഉണ്ടായിരുന്നതിൽ നിന്നും 4.26 അവരുടെ വോട്ട് ശതമാനം വളരെ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് 54.35%. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് 24.17%. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടിയത് 18.91. പക്ഷേ അതിൻ്റെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ ആപ്പും അതുപോലെ തന്നെ കോൺഗ്രസും ഒരുമിച്ചാണ് അവിടെ മത്സരിച്ചത് എന്നുള്ളതുകൊണ്ടാണ് കോൺഗ്രസിന് അത്തരത്തിലുള്ള ഒരു വോട്ട് ഷെയർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ BJPയുടെ എക്കാലത്തെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 54% വോട്ടുകൾ അവർക്ക് ലോക്സഭയിൽ കിട്ടുന്നത് നിയമസഭയിലേക്ക് വരുമ്പോൾ നേരെ അത് ആം ആദ്മിക്ക് കിട്ടുകയും ഇവർക്ക് ഏതാണ്ട് ഒരു 36-38% വോട്ടുകളായി ചുരുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ 38% വോട്ടുകൾ സോളിഡായിട്ട് അവിടെ BJPക്കുണ്ട്. 28% വോട്ടുകൾ അല്ലെങ്കിൽ 30% വോട്ടുകൾ മാത്രമേ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്കുള്ളൂ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആം ആദ്മി പാർട്ടി പലപ്പോഴും ഈ BJPയുടെ കയ്യിൽ നിന്നും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നൊക്കെ വോട്ടുകൾ കടം കൊള്ളുകയാണ് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയോളജിക്കൽ ബേസ് ഇല്ല. പക്ഷേ ഒരു ഗുഡ് ഗവേണൻസിൻ്റെയും ഒരു വെൽഫെയർ പൊളിറ്റിക്സിൻ്റെയും ഒക്കെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അവർക്ക് വലിയ തോതിൽ ഈ പറയുന്ന വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. BJPക്ക് അവിടെ സ്വന്തം ഐഡിയോളജിക്കൽ ബേസ് ഉള്ള ഷിഫ്റ്റ് ചെയ്യപ്പെടാത്ത വോട്ടുകൾ 38% ആ 38%ത്തിലേക്ക് ഒരു 10% കൂടി ചേർക്കാൻ കഴിഞ്ഞാൽ അത് ആം ആദ്മിയുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്താൽ ഈ പറയുന്ന 10ഓളം പേർ പ്രെഡിക്റ്റ് ചെയ്ത പോലെയുള്ള റിസൾട്ട് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ഇതിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് എത്രത്തോളം വോട്ടുകൾ പിടിക്കുന്നു, അത് എവിടെ നിന്ന് പോകും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇത്തവണ ആളുകൾ പ്രതീക്ഷിക്കുന്നൊരു കാര്യം കോൺഗ്രസ് ഒരു 8-10% വോട്ട് പിടിക്കുമെന്നും അങ്ങനെ ഒരു 5-6% വോട്ടുകൾ പിടിക്കുമ്പോൾ അത് മഹാഭൂരിപക്ഷവും തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ആം ആദ്മി പാർട്ടികളുടെ കൈകളിൽ നിന്നായിരിക്കുമെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹിയിൽ 13% വരുന്ന മുസ്ലിം പോപ്പുലേഷൻ്റെ ഏതാണ്ട് ഒരു 30-33 മണ്ഡലങ്ങളിൽ അവരുടെ സാന്നിധ്യം വളരെ കൃത്യമാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 20 എണ്ണത്തിലെങ്കിലും വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അത്തരം മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ഇവരുടെ ഒരു വോട്ട് പെർസെൻറ്റേജിൽ നിന്ന് ഒരു സ്പ്ലിറ്റ് ഉണ്ടായാൽ, കഴിഞ്ഞ തവണ അത് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയതാണ്. പക്ഷേ CAA-യുമായി ബന്ധപ്പെട്ടും മറ്റു പല കാര്യങ്ങളിലുമൊക്കെ അരവിന്ദ് കെജ്രിവാൾ വളരെ സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് കോൺഗ്രസിലേക്ക് ഉണ്ടായാൽ ഇത്തവണ അത് ആം ആദ്മിയെ ആയിരിക്കും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ആപ്പിന് പോലും ഒരു എതിരഭിപ്രായമില്ല. പക്ഷേ ആപ്പിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു 45-നും അതുപോലെ തന്നെ ഒരു 50-നും ഇടക്കുള്ള സീറ്റുകൾ അവർക്ക് കിട്ടിയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കൂടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മാക്സിമം വന്നാൽ 1-2 സീറ്റുകൾ കിട്ടിയേക്കാം. BJPക്ക് ഒരു 20, 25, 30 സീറ്റുകളിലേക്ക്, അല്ലെങ്കിൽ 25-നോ 28-നോ അടക്കമുള്ള സീറ്റുകളിലേക്ക്, അല്ലെങ്കിൽ 20-നും 28-നും അടക്കമുള്ള സീറ്റുകളിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേർന്നേക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്നൊക്കെ വലിയ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാവുകയും കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് പിടിക്കുകയും BJPക്ക് ലോക്സഭയിലേക്ക് കിട്ടിയ വോട്ടുകളിൽ എത്രത്തോളം അവർക്ക് നിലനിർത്താൻ പറ്റുകയും ചെയ്താൽ വലിയ തോതിലുള്ള നേട്ടം തീർച്ചയായിട്ടും അവിടെ BJPക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ആപ്പിന് സംഭവിച്ചതെന്ത് എന്നുള്ളതാണ്. ആപ്പിന് ഒരു കാര്യം ഉറപ്പാണ്, 62 സീറ്റുകളിലേക്ക് അവരെത്തില്ല എന്ന് അവർ പോലും വിചാരിക്കുന്നില്ല. കാരണം ഇപ്പം തന്നെ വലിയ തോതിലുള്ള ഇലക്ഷനിലുള്ള അട്ടിമറിയും അതുപോലെ വോട്ടിംഗ് മെഷീനിലെ തിരിമറിയും ഒക്കെ തന്നെ അവർ ആരോപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രത്തോളം കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഡൽഹിയുടെ BJP പ്രസിഡന്റ് ഇപ്പോൾ തന്നെ ആളുകൾക്കെല്ലാം നന്ദി പറഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള കോൺഫിഡൻസ് ആണ്. പക്ഷേ അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല. നമ്മുടെ കേരളത്തിൽ K. സുരേന്ദ്രനുമൊക്കെ ഇതുപോലെ പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നന്ദി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ എന്താണെങ്കിലും BJPക്ക് ഇത്തവണ നില മെച്ചപ്പെടുത്തും എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് കുറയുമെന്ന് ഉറപ്പാണ്. അപ്പോൾ സീറ്റ് കുറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ
പ്രകടനം രണ്ടാം സർക്കാരിൻ്റെ അരവിന്ദ് കെജ്രിവാളിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാം സർക്കാരിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഭരിക്കാൻ അവർക്ക് സമയം കൊടുക്കാതെ പലപ്പോഴും കേസുകളിലേക്ക് വരിഞ്ഞു മുറുക്കുന്നതിന് BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്. രണ്ടാമത്തേത്, മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിനെ മോശമാക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞു. പക്ഷെ അത് പൂർണ്ണമായും നടന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, അവിടെ പൈപ്പുകൾ തുറന്നാൽ പോലും മലിനജലം വീടുകളിലെത്തുന്നു എന്നുള്ളതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും യമുന ക്ലീൻ ചെയ്യാതിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ വാഗ്ദാനം പാലിക്കാതിരുന്നതുമൊക്കെ തന്നെ ഒരു തിരിച്ചടിയായിട്ടുണ്ട്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പഠിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഈ വാഗ്ദാന പെരുമഴ കൊണ്ടിട്ടും ഫ്രീ ബീസ് കൊണ്ടിട്ടുമൊക്കെ പിടിച്ചു നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. കാരണം ഇത്തവണ BJPയും കോൺഗ്രസും ഒക്കെ ഇതിനേക്കാളും വലിയ ഫ്രീ ബി പ്രഖ്യാപനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോളനികളിൽ അനധികൃത കോളനികളെ ഈ പറയുന്ന പോലെ അവർക്ക് അംഗീകാരം കൊടുക്കുമെന്നും അവിടെ കോളനികളിലുള്ള ആളുകൾക്ക് വീട് കൊടുക്കുമെന്നും കൂടാതെ എല്ലാ സ്ത്രീകൾക്കും 2500 രൂപ വീതം കൊടുക്കുമെന്നും ഒക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ കൃത്യമായി BJPയും കോൺഗ്രസും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് കൊടുത്ത വലിയ ഗൗരവത്തിലെടുക്കില്ല. കാരണം അവർ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് എന്ത് വാഗ്ദാനം വേണമെങ്കിലും കൊടുക്കാം. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഏതാണ്ട് 27ഓളം വരുന്ന വലിയ നേതാക്കളെ ആം ആദ്മി പാർട്ടി അതിൻ്റെ വളർച്ചയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് പ്രശാന്ത് ഭൂഷൺ മുതൽ യോഗേന്ദ്ര യാദവ് മുതൽ അശുതോഷ് പോലെയുള്ള നിരവധി ആളുകളെ, അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭാവത്തിൽ പോലും ഉയർത്തിക്കാട്ടാവുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാരെയെല്ലാം ഉപേക്ഷിക്കുകയും അരവിന്ദ് കെജ്രിവാളിന് അത്ര സ്റ്റേച്ചർ ഇല്ലാത്ത അതിഷി മർലീനെ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനീഷ് സിസോദിയെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകളെ മാത്രമേ അവർക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാം നിര നേതാക്കളെ സൃഷ്ടിക്കുന്നതിനുള്ള വലിയൊരു വാക്ക് ഓഫ് സ്പേസ് അവർക്കുണ്ടായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അരവിന്ദ് കെജ്രിവാളും ആപ്പും മനസ്സിലാക്കേണ്ടത്, ആപ്പിനും അരവിന്ദ് കെജ്രിവാളിനുമൊന്നും ഒരു ഐഡിയോളജി ബേസ്ഡ് ആയിട്ടുള്ള ലോയലായിട്ടുള്ള ഫോളോവേഴ്സും അതുപോലെ തന്നെ അണികളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കേരളത്തിൽ എടുത്തു വെച്ചാൽ കമ്മ്യൂണിസം വരുമെന്ന് സ്വപ്നം കാണുന്ന, സോഷ്യലിസം വരുമെന്ന് സ്വപ്നം കാണുന്ന നിരവധി ആളുകൾ CPMൽ ഇന്നും വളരെ അഡിക്റ്റായി അവരുടെ ഈ ഐഡിയോളജിയെ ഫോളോ ചെയ്ത് കൂടെ പോകുന്നുണ്ട്. അത് BJPക്ക് ഉണ്ട്. ഒരു റൈറ്റ് വിങ് ഹിന്ദുത്വ പൊളിറ്റിക്സും ഒരു നാഷണാലിറ്റിയും ദേശീയതയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഐഡിയോളജിയെ കൃത്യമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ CPM ഒക്കെ തമ്മിൽ പിളർന്നപ്പോഴും CPMനാണ് ഈ ഐഡിയോളജി പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ഒരു പ്രചാരണം കൃത്യമായി നടത്താൻ കഴിഞ്ഞത് കൊണ്ടാണ് CPMൻ്റെ ഒപ്പം ആളുകൾ കൂടിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ ബേസ് ആം ആദ്മി പാർട്ടിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ വോട്ട് ബേസ് എന്ന് പറയുന്നത് 28%, 30%. പകരം ബാക്കിയുള്ള വോട്ടുകൾ ഇവർ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും BJPയുടെ കയ്യിൽ നിന്നുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കടം മേടിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായമുള്ളത് അതുകൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഐഡിയോളജിക്കൽ ബേസും ഒരു സെക്കൻഡ് ലെവൽ നേതാക്കന്മാരെയും വളർത്തിയെടുത്തുകൊണ്ട് മാത്രമേ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കൊക്കെ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഇത്തവണ പക്ഷേ അവിടെ അരവിന്ദ് കെജ്രിവാൾ തന്നെ നേട്ടമുണ്ടാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത തവണ ഭരിക്കാൻ പോകുന്ന അദ്ദേഹമാണെന്നാണ് ഞാൻ എടുക്കുന്നത്. വലിയൊരു റിസ്ക് ആണെന്ന് എനിക്കറിയാം. കാരണം അവിടെയുള്ള ഈ പറയുന്ന പുറത്തേക്ക് വന്നിട്ടുള്ള 12ഓളം വരുന്ന പോസ്റ്റ് പോൾ സർവേകളിൽ 10ഉം BJP അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. എൻ്റെ തോന്നൽ അതാണ്, എൻ്റെ ഗട്ട് ഫീലിംഗ് അതാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും ആം ആദ്മി പാർട്ടി ഹരിയാനയിലെയോ മഹാരാഷ്ട്രയിലെയോ കോൺഗ്രസോ ശിവസേനയോ പോലെയല്ല, പകരം ആം ആദ്മി പാർട്ടിക്ക് പല്ലും നഖവും ഉപയോഗിച്ച് കൃത്യമായി എതിർക്കാനും ഈ വോട്ടുകളെ മൊബിലൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. RSSനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തോട് പോലും അവർക്ക് വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. RSS ഒക്കെ ഇത്തവണ നടത്തിയിട്ടുള്ളത് അവിടെ 50,000-ത്തിലധികം വരുന്ന ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ആളുകളുടെ വീടുകളിൽ ചെന്ന് അവരുടെ ഡ്രോയിങ് റൂമിലിരുന്ന് അവരെ കൃത്യമായി കൺവിൻസ് ചെയ്യാനുള്ള മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാത്തിനെയും കൃത്യമായി റീഡ് ചെയ്തുകൊണ്ട് കൗണ്ടർ ചെയ്യാൻ ആം ആദ്മി പാർട്ടി കഴിഞ്ഞു. അതിൻ്റെ വലിയ വെൽത്തും മൈറ്റും ഒക്കെ ആം ആദ്മിക്കുണ്ട്, അതിനുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഒക്കെ ആം ആദ്മിക്കുണ്ട്. പക്ഷേ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും സഞ്ജയ് സിംഗും ഒക്കെ ജയിലിൽ പോയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗാണ്ട നയിക്കാനുള്ള സെക്കൻഡ് ലെവൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നില്ല.
അതിൻ്റെ ഐഡിയോളജിക്കൽ ബേസും പലപ്പോഴും ആം ആദ്മിക്ക് വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് രണ്ടും കൊണ്ടാണ് ആം ആദ്മിക്ക് ഇത്തവണ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ എങ്കിലും ഒരു 40-നും 50-നും ഇടയ്ക്കൊക്കെയുള്ള സീറ്റുകൾ നേടി തീർച്ചയായിട്ടും അവിടെ ആം ആദ്മി പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഒരു ദിവസം കൂടിയേ ഉള്ളൂ എന്നെനിക്കറിയാം. കാരണം 8-ാം തീയതി ഇതിൻ്റെ റിസൾട്ട് വരും. ഇത് ഞാൻ വളരെ ഡീപ്ലി എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഗട്ട് ഫീലിംഗ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ നിരവധി ഡാറ്റകൾ പരിശോധിച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോ സെഗ്മെൻറ്റ് വൈസുമുള്ള ആളുകളുടെയും അതുപോലെ കാസ്റ്റ് വൈസുള്ള കാര്യങ്ങളുമൊക്കെ എടുത്ത് പഠിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞ തവണ 54 കിട്ടിയതിൽ നിന്നും ഏതാണ്ട് ഒരു 10-15% വോട്ടിൻ്റെ കുറവിലേക്ക് എത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു വലിയ മെച്ചം കൊണ്ടാണ്. കാരണം അരവിന്ദ് കെജ്രിവാൾ അവിടെ ഒരു ലീഡറായിട്ടുണ്ട്. അതിന് പകരം വെക്കാൻ BJPക്ക് ഒരു സെക്കൻഡ് ലെവൽ ലീഡേഴ്സിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം ഇപ്പോഴും അവർ ലീഡറായി മുമ്പിൽ വെക്കുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെയാണ് എന്നുള്ളതാണ് വാസ്തവം. ആ നരേന്ദ്രമോദിയെ ഡൽഹി ഭരിക്കാൻ പോകുന്ന മോദിയല്ല എന്നറിയാവുന്നതുകൊണ്ട് കൃത്യമായി എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും വിചാരിക്കുന്നത് 36 സീറ്റുകളിലധികം നേടി തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി തന്നെ അധികാരത്തിൽ വരും. പക്ഷേ വലിയ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ, അതായത് 2015 ഉണ്ടായതുപോലെ 2020 ഉണ്ടായതുപോലെ ഒരു വലിയ തമ്പിങ് മെജോറിറ്റിയിലേക്ക് ആം ആദ്മി പാർട്ടി പോവില്ല എന്നാണ് ഞാൻ നേരത്തെയും നിങ്ങളോടിത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, BJP 8 സീറ്റിൽ നിന്ന് വളരെയധികം നില മെച്ചപ്പെടുത്തും. ഒരു 20 സീറ്റോ അല്ലെങ്കിൽ 25 സീറ്റോ 30 സീറ്റിലേക്കോ എത്തിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അതേസമയം തന്നെ ആം ആദ്മി പാർട്ടി താഴേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിൽ 10 പറഞ്ഞേക്കണം അത്രയും വലിയ താഴ്ചയിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്.